അതെ, നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം, അതായത് ഒരു കേസ് വരികയാണ്, ഒരാൾക്കെതിരെ ഒരു പരാതി കിട്ടുവാണ്. അതിൽ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി, അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തൻ അവളെ കയറി പിടിക്കാൻ നോക്കി, അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാണം കെട്ട കേസ് വരിക, ഒരു കച്ചറ പരിപാടി വരിക. അതപ്പോൾ നമ്മൾ കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കാം, രണ്ടും ആവാം. പക്ഷെ നമുക്ക് ചുറ്റുപാട്ട് നിൽക്കുന്നിടത്തൊന്നും വല്ലതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, സുഹൃത്താണ്, അതുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഓക്കെ, അത് നമുക്ക് മാത്രം അങ്ങ് വിശ്വസിക്കാതിരുന്നാൽ മതി. അല്ലാതെ ഇത് പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക, നാട്ടുകാരെല്ലാം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഇപ്പം മമ്മൂട്ടി കഴിഞ്ഞ ദിവസം എന്തോ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് നസ്ലിൻ വന്ന് കയറി എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ്. സർപ്രൈസ് ആയിട്ട് നസ്ലിൻ വന്ന് കയറി, ഏതോ ഒരു പടം, ഏതാ പടമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന സിദ്ദിഖ്, എടാ മമ്മൂട്ടി, നാണം ഉണ്ടോടാ നിനക്ക്, ഉളുപ്പുണ്ടോടാ നിനക്ക്? നിന്നെയൊക്കെ എന്താ വിളിക്കണ്ടേ? നാണം കെട്ടവനെ. അവൻ വന്നിരിക്കുക ഉളുപ്പില്ലാതെ ഇവൻ്റെ ഇപ്പുറത്തോട്ട് കയറ്റി ഇരുത്തിയേക്കുക. അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ പറ്റിയാ, നിന്റെ മോളാ എന്നോട് പറഞ്ഞാൽ നീ ഇരുത്തോടെ അവനെ കൂടെ. നീ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. അവള് സത്യമാണോ കള്ളമാണോ പറയണമെന്ന് നീ അറിയണ്ട. പക്ഷെ എങ്കിൽ പോലും ഇത്തിരി പണി കാണിച്ച ഒരുത്തന്നെ നിന്റെ മോളോടാ കാണിച്ചെങ്കിൽ നീ അവനെ നാളെ ഇതുപോലെ പിടിച്ചിരുത്തോടാ മമ്മൂട്ടി, നാണം ഇല്ലാത്തവനെ. നിനക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, നിനക്ക് ചിലപ്പോൾ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും. അല്ല, ആ പെണ്ണൊക്കെ വെറും മോശക്കാരി പെണ്ണല്ലേ, നിന്റെ മോള് മാത്രമല്ലേ മോളുള്ളൂ. അല്ല, നിന്റെ മോക്ക് മാത്രമേ അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാകത്തുള്ളൂ, അവള് മാത്രമേ സത്യവും പറയത്തുള്ളായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ പറയുന്ന കള്ളമാണെന്നായിരിക്കും നിനക്ക് തോന്നുന്നത് അല്ലേ. കൂടെ കൊണ്ട് ഇരുത്താൻ പറ്റിയൊരു മുതല്. നാണം ഉണ്ടോടാ നിനക്ക്? നിനക്ക് നാണം ഉണ്ടോടാ മമ്മൂട്ടി? നിന്നോടാ ചോദിക്കുന്നത്. നീ ഇത്രക്കാരനാണെന്നോ? നീ ഭയങ്കര നന്മയും കുമ്മയൊക്കെ ഇറക്കുമല്ലോ വന്നിട്ട്. ഭയങ്കര വലിയ ഡയലോഗ് അവൻ ഭയങ്കര മിടുക്കനാണ്, അവനങ്ങ് ജനാധിപത്യവും കൊണയൊക്കെ അറിയാവുന്നവനാന്നുള്ള രീതിയിലേക്ക് അവനങ്ങ് ഭയങ്കര മാന്യനെ, അവന് കെമ്പതി ഉണ്ട്. ഇതുപോലത്തെ കള്ളത്തരം പറഞ്ഞാൽ ഇനി വരരുത് കേട്ടോടാ. നീ വെറുതെ ഉളുപ്പില്ലാത്തവൻ തന്നെ, നീ നാറിയ, അത്രേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞവൻ പിന്നെയും ഒരു ഇച്ചിരിയുടെ ഭേദമാണ് നിന്നേക്കാളിലും. അവന് ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതേപോലെ രണ്ട് മുഖമൊന്നുമില്ല, ഒറ്റ മുഖമുള്ള ഒരു മണ്ടൻ മുഖമാണെന്നുള്ളതാണ്. നീ അങ്ങനെയല്ല, നീ വെറും മറ്റേ ഉടായ്പ മോഹന്തയാ നിന്റെ. നീ ഈ ഡയലോഗ് എല്ലാം അടിച്ചിട്ട് നീ പിറ്റേ ദിവസം ഇവൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് അങ്ങ് രസിക്കുവാണല്ലോ, കയറി സ്റ്റേജിലൊക്കെ വന്നങ്ങ് ഇരിക്കുക. ഇവനെ ഒന്നും അടുപ്പിക്കാൻ കൊള്ളത്തില്ല, മനസ്സിലായോ? അതിവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും കാണുന്ന, പെൺപിള്ളേരൊക്കെ ഇത് കാണുന്ന. നീ വലിയ മമ്മൂട്ടിയാന്ന് പറഞ്ഞിട്ട് നീ ഇത്തിരി ആൾക്കാരെ കൂടിരുത്തെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാവും. കുറ്റക്കാരനാണ് അല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. കുറ്റാരോപിതനാണ്, അത് ചെറിയ കുറ്റം എന്നാൽ ആരാണ് ആരോപിച്ചിരിക്കുന്നത്? അപ്പൊ ആ പെങ്കൊച്ചിനോട് എന്ത് മാന്യത നീ കാണിക്കുന്നേ? അവളെന്താ കള്ളം പറഞ്ഞാന്നാണോ നീ വിചാരിച്ചേ? നിന്റെ കുടുംബത്തോട് കയറി കാണിച്ച പോലെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി. അല്ല, നിന്റെ മോളാ ഇത് പറയുന്നെങ്കിൽ നീ അവനെ കൂടിരുത്തോന്ന് നീ ചിന്തിക്കണമെന്ന്. നീ മറ്റടുത്ത ഡയലോഗ് അടിക്കുന്നവനല്ലേ? നീയൊക്കെ വലിയ മറ്റടുത്ത ആൾക്കാരാണല്ലോ. ഇവനൊക്കെ നേരത്തെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പിറൈറ്റ് അടിച്ചപ്പോഴേ മനസ്സിലായ നിന്റെയൊക്കെ തനിനിറം എന്തുവാണ്. വെറും തറകളാ, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ തറത്തരം പുറത്തു വരുന്ന നീ അറിയാതെ. പിന്നെ കുഷണ്ടി തടിയെന്നൊന്നും വിളിച്ചതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചീപ്പാ, തേർഡ് റേറ്റ് പരിപാടികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രേ ചോദിക്കാനുള്ളൂ കേട്ടോ. നിന്റെ ആ മോന്റെ ഭാര്യയോടാന്ന് അവൻ ഇത് കാണിച്ചതെന്ന് ആ മോന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നീ പിന്നെ ഇവനെ വീട്ടിൽ കയറ്റുവോ? അല്ല, നീ ഇവന്റെ കൂടെ പിന്നെയും പോയി ഉണ്ടാക്കാനിരിക്കുവോ? അത്രയും വിചാരിച്ചാൽ മതി. വലിയ വർത്താനം പറയുന്ന ആളായതുകൊണ്ടാ. പിന്നെ നിന്നെയൊക്കെ ഇത്രേ കണ്ടിട്ടുള്ളൂ, ഉള്ള കാര്യം പറയാമല്ലോ. നീയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നിനക്കൊക്കെ കാശും അല്ല, നിനക്ക് കുറെ വണ്ടിയും, നിനക്ക് കുറച്ച് ബംഗ്ലാവും, നിനക്ക് കുറച്ച് ഉടുപ്പും മാറ്റിയിട്ട് നടക്കാനൊക്കെ ഉള്ള ബോധമൊക്കെ നിനക്കൊക്കെ ഉള്ളതെന്നറിയാം. പിന്നെ ഇമാതിരി നാറിത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതാണ് പരിപാടിയെങ്കിൽ നീ ഇതുപോലത്തവനായിരിക്കും. അല്ല, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? അത്രയും കമ്പനി വേണ്ടെന്നേ. ആ കമ്പനി തൽക്കാലം ഒഴിവാക്കണം. അത്രയ്ക്കും മതി. ഇത് പബ്ലിക്കിലാണ് വന്നിരിക്കുന്നത്. ഈ കണ്ട പെണ്ണുങ്ങളെല്ലാം നീ എന്തോ കാണിച്ചു കൊടുത്തത്? ഇങ്ങനൊരു പരാതിയും കൊണ്ടൊരു കൊച്ചു കുറെ വർഷങ്ങളായിട്ട് നടന്ന് പീഡനം അനുഭവിച്ച കഥ മുഴുവൻ കേരളം കേട്ടതാ. അത് കഴിഞ്ഞപ്പോ ഇവനെയൊക്കെ പിടിച്ച് കൂടിരുത്തുന്നത് തെണ്ടിത്തരം തന്നെയാണാ മമ്മൂട്ടി. ഇത് തെണ്ടിത്തരവാ.